സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ISM എന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പഠിച്ചു. നമുക്ക് ഇന്നതിൽ മലയാളം എങ്ങനെ ടൈപ്പ് ചെയ്ത് തുടങ്ങാം നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം പഠിക്കുന്നത് സ്വരാക്ഷരങ്ങളും സ്വരചിഹ്നങ്ങളുമാണ്. നമ്മൾ അതിന് ആദ്യം ചെയ്യേണ്ടത് ISM എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. തുടർന്ന് ഒരു ടെക്സ്റ്റ് എഡിറ്റർ നമുക്ക് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇവിടെ വേർഡ് ഓപ്പൺ ചെയ്യാം. സാധാരണ നമ്മൾ മലയാളം എഴുതുന്നതിന് മുമ്പ് നമുക്ക് വേണ്ട ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. മലയാളം ആയതുകൊണ്ട് തന്നെ ഈ കാറ്റഗറിയിൽ പെടുന്ന അക്ഷരങ്ങളാണ് നമുക്ക് വേണ്ടത്. MLA എന്ന് തുടങ്ങുന്ന കാറ്റഗറിയാണിത്. നമ്മൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഫോണ്ടുകൾ വേർഡിൽ ഉപയോഗിച്ചാൽ റീസെന്റ് യൂസ്ഡ് ഫോണ്ട്സ് എന്ന ലിസ്റ്റിൽ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് വേണ്ട ഫോണ്ട് തിരഞ്ഞെടുക്കാം. ശേഷം നമുക്കിവിടെ എഴുതി തുടങ്ങാം. ഇവിടെ ഞാനിപ്പോൾ ഈ എന്ന സ്വരാക്ഷരങ്ങൾ എഴുതുമ്പോൾ അതല്ല വരുന്നത്. ഷിഫ്റ്റ് D അടിക്കുമ്പോൾ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ കീബോർഡിൽ ക്യാപ്സ് ലോക്ക് എന്ന കീ ഒന്ന് അമർത്തുക. ശേഷം ഷിഫ്റ്റ് D ഷിഫ്റ്റ് E ഈ രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. നമുക്കിത് കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാം. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കമ്പ്യൂട്ടർ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം വരുന്ന നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി ഷിഫ്റ്റ് D അമർത്തിയാൽ എന്നുള്ള അക്ഷരമാണ് നമുക്ക് ലഭിക്കുക. ഷിഫ്റ്റ് E അമർത്തിയാൽ എന്നുള്ള അക്ഷരം നമുക്ക് ലഭിക്കും. ഷിഫ്റ്റ് F E, ഷിഫ്റ്റ് R E, ഷിഫ്റ്റ് G O, ഷിഫ്റ്റ് T O, ഷിഫ്റ്റ് പ്ലസ് ഏറോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്ലസ് എന്ന ചിഹ്നം കീബോർഡിൽ ബാക്ക് സ്പേസിനടുത്തുള്ളതാണ്. കാൽക്കുലേറ്ററിന്റെ പ്ലസ് അമർത്തിയാലേ ഇത് ലഭിക്കുന്നതല്ല. ഷിഫ്റ്റ് Z A, ഷിഫ്റ്റ് S A, ഷിഫ്റ്റ് W I, ഷിഫ്റ്റ് ചിഹ്നം O. ഈ കീബോർഡിൽ എസ്കേപ്പിന്റെ അടി കാണുന്നതാണ്. ഷിഫ്റ്റ് A O, ഷിഫ്റ്റ് Q ഔ, ഷിഫ്റ്റ് D X ഷിഫ്റ്റ് D അണ്ടർമാർക്ക് ഇതോടുകൂടി സ്വര അക്ഷരങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് സ്വര ചിഹ്നങ്ങളൊന്ന് നോക്കാം. നിങ്ങൾക്ക് മൊബൈല്, കമ്പ്യൂട്ടർ എന്നിവയുടെ സംശയങ്ങൾ ചോദിക്കാം. താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, സ്ഥലം, ജോയിൻ എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇവിടെ നമ്മൾ നേരത്തെ ഷിഫ്റ്റ് കീയുടെ സഹായത്തോടെയാണ് എല്ലാ അക്ഷരങ്ങളും ടൈപ്പ് ചെയ്തത്. ഇവിടെ ഷിഫ്റ്റ് കീ ഇല്ലാതെ അമർത്തിയാൽ നമുക്ക് ചിഹ്നങ്ങൾ ലഭിക്കുന്നതാണ്. നേരത്തെ ഷിഫ്റ്റ് Dക്ക് പകരം D മാത്രം അമർത്തിയാൽ എന്നുള്ള ചിഹ്നം നമുക്ക് ലഭിക്കുന്നതാണ്. ഈ അമർത്തിയാൽ
ആ എന്നുള്ള ചിഹ്നം ലഭിക്കും. എഫ് ഇ എന്ന ചിഹ്നം, ആർ ഇ എന്ന ചിഹ്നം, ജി ഉ എന്ന ചിഹ്നം, ടി ഉ എന്ന ചിഹ്നം. ഇവിടെ ഈ വൃത്തം ഉണ്ടാകാൻ കാരണം നമ്മളിത് ഏതെങ്കിലും അക്ഷരങ്ങളുടെ കൂടെയാണ് ടൈപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വൃത്തം ഉണ്ടാവില്ല. സമം എറു എന്ന ചിഹ്നം. നമ്മൾ നേരത്തെ ഷിഫ്റ്റ് പ്ലസ് ആയിരുന്നു, അത് എറുവായി. അതേ കീ ഷിഫ്റ്റ് ഇല്ലാതെ അമർത്തുമ്പോൾ എറു എന്ന ചിഹ്നം നമുക്ക് ലഭിക്കും. സെഡ് എ എസ് എ ഡബ്ല്യു ഐ എസ്കേപ്പിന്റെ അടിയിലുള്ള ചിഹ്നം ഓ എ ഓ ക്യു ഔ എക്സ് അം. ഇവിടെ നമ്മൾ സ്വരാക്ഷരങ്ങളും ചിഹ്നങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലെ അക്ഷരങ്ങളെ കുറിച്ച് പഠിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഉൾക്കാഴ്ചയിൽ നിന്നും ഞാൻ ഷഫീഖ്. നന്ദി, നമസ്കാരം.